അഖില മിസ് ആണ്. യെസ്, നമ്മൾ പറഞ്ഞു നമ്മുടെ LSS ഇതാ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാലേ നമുക്ക് നമ്മുടെ LSS നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ആൻസേഴ്സും മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ അല്ലെ, ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. റേഡിയോ മാർക്കോണി, ഇന്റർനെറ്റ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ടെലിഫോൺ ചാൾസ് ബാബേജ് ആൻഡ് മറൈനസ് കോമ്പസ് ജോഹാനസ് ഗുട്ടൻബർഗ്. ഈ ഒരു തന്നിരിക്കുന്നതില് നമുക്കറിയാം ഓരോ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതിലാകെ ഒരാളെ മാത്രമേ കറക്റ്റ് ആയിട്ട് പെയർ ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ റേഡിയോ ആണ്. റേഡിയോ കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാണ്? നമ്മളുടെ മാർക്കോണി ആണ് അല്ലെ. റേഡിയോ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ മാർക്കോണി ആണ്. സോ അദ്ദേഹത്തിന്റെ പേര് തന്നെ അവിടെ കൊടുത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നാൽ ബാക്കിയുള്ളത് നോക്കുവാണെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് നമ്മുടെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് ബന്ധമുള്ളത് ടെലിഫോണുമായിട്ടാണ്. അത് അവിടെ കൊടുത്തിട്ടുമില്ല. പകരം ചാൾസ് ബാബേജ് ആണ് കൊടുത്തത് അല്ലെ. ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ആൻഡ് മെറൈനസ് കോമ്പസുമായിട്ട് ഈ പറയുന്ന ജോഹാനസ് ഗുട്ടൻബർഗിനും ബന്ധമൊന്നുമില്ല. സോ ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് റേഡിയോ മാർക്കോണി ആണ് അല്ലെ. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്: സെലക്ട് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഇൻ വിച്ച് ദ ഗിവൺ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കെയിം ഇൻ ടു ബീങ് അല്ലെ. താഴെ തന്നിരിക്കുന്ന വാർത്താവിനിമയ ഉപാധികൾ അവ നിലവിൽ വന്ന ക്രമം അനുസരിച്ച് ശരിയായി എഴുതുക. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോന്നും വായിച്ചു കഴിഞ്ഞാൽ അതൊരു റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ ടെലിഫോൺ, ഇന്റർനെറ്റ്, പത്രം, റേഡിയോ, ഇത്രയും ആളുകളുണ്ട്. അത്രയും ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഓർഡറിൽ ആരാദ്യം, അത് കഴിഞ്ഞാര്, അത് കഴിഞ്ഞാര്, ലാസ്റ്റ് ഇപ്പൊ ഉള്ളത് ആര് എന്നുള്ള രീതിയിൽ, അതായത് പണ്ടുള്ളവർ യൂസ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ, ആ വന്നിരിക്കുന്ന ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡർ അനുസരിച്ച്, ആ ക്രമം അനുസരിച്ച് നമ്മൾ എഴുതണം. സോ നമുക്ക് മാർക്ക് ചെയ്യാം കറക്റ്റ് ആയിട്ട്. ആദ്യം വന്നത് എന്തായിരിക്കും, നമ്മുടെ ന്യൂസ് പേപ്പർ ആയിരിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ടെലിഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റേഡിയോയിലേക്ക് വന്നു. നമ്മൾ ടെലിഫോണും റേഡിയോയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഏകദേശം എന്താണ് ആ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് അല്ലെ. ഇന്ന് ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ധാരാളം ആളുകൾ, എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ. എല്ലാ ആളുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ കറക്റ്റ് ഓർത്ത് വയ്ക്കുക. ന്യൂസ് പേപ്പർ കഴിഞ്ഞ് ടെലിഫോൺ, അത് കഴിഞ്ഞ് റേഡിയോ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്റർനെറ്റ് വരുന്നത് അല്ലെ. പത്രം, ടെലിഫോൺ, റേഡിയോ, ഇന്റർനെറ്റ്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് പോയേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്താവിനിമയ ഉപകരണങ്ങളുടെ പേരുകൾ കണ്ടെത്തൂ. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഷോൺ ബിലോ. കൃത്യമായിട്ട് ചിത്രങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ആ പണ്ടത്തെ ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചിത്രം തന്നിട്ട് എന്ത് ചോദിക്കാറുണ്ട്, എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 4 ചിത്രങ്ങളുണ്ട് അല്ലെ. 4ഉം എന്താണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. അപ്പൊ അതിന്റെ പേരുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ടെലിഗ്രാഫ് ആണ് അല്ലെ. ടെലിഗ്രാഫ് പണ്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ഇല്ലാത്ത ഒരാളാണ് ടെലിഗ്രാഫ്. അപ്പൊ ടെലിഗ്രാഫിനെ കുറച്ചും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്തേക്കാം, വ്യക്തമായിട്ട് ഒറ്റയാനൊക്കെ ആയിട്ട് ചോദിച്ചേക്കാം അല്ലെ. അപ്പൊ ടെലിഗ്രാഫ് ഓർത്ത് വയ്ക്കാം. പിന്നെ പോസ്റ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ, റേഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യായിരിക്കും. ഓക്കെ, കുറച്ച് മുമ്പേയൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്നില്ല, എന്നാലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ അല്ലെ. അപ്പൊ ആ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ: വേൾഡ് പോസ്റ്റൽ ഡേ. ശ്രദ്ധിക്കണേ, ലോക തപാൽ ദിനം എന്നാണ് ചോദിച്ചത്. ലോക തപാൽ ദിനമാണ്. വേൾഡ് പോസ്റ്റൽ ഡേ എന്നറിയപ്പെടുന്നത് എന്നാണ്? അത് ഒക്ടോബർ 9-ാം തീയതിയാണ്. അതേസമയം ദേശീയ തപാൽ ദിനമാണ് ചോദിച്ചതെങ്കിൽ, നാഷണൽ പോസ്റ്റൽ ഡേ ആയിരുന്നു എങ്കിൽ ഉത്തരം ഒക്ടോബർ 10 ആയേനെ. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ വേൾഡ് പോസ്റ്റൽ ഡേ അല്ലെ, ലോക തപാൽ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 9 ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതാ അടുത്തത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഹിൻസ് അല്ലെ, സൂചനയിൽ നിന്ന് കണ്ടെത്താം. ഹിസ് സർവീസ് വാസ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫറിംഗ് മെസ്സേജസ് ബോത്ത് ഇൻ എന്താണ്, യെസ്, പ്രിൻസൈസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൂചന ഒന്ന് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? രാജഭരണകാലത്ത് കൊച്ചിയിലും തിരുവിതാംകൂറിലും സന്ദേശങ്ങൾ കൈമാറാൻ ഇദ്ദേഹത്തിന്റെ സേവനം ഉപയോഗിച്ചിരുന്നു. യെസ്, എവിടെയൊക്കെയാണ്? ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ അല്ലെ. ഇവിടെയൊക്കെ മെസ്സേജുകൾ പാസ് ചെയ്യാനായിട്ട് ആരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന ആളുടെ സർവീസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്? ഇദ്ദേഹത്തിന്റെ കയ്യിൽ മണി ഘടിപ്പിച്ച ഒരു വടി ഉണ്ടായിരുന്നു അല്ലെ. ദർ വാസ് എ സ്റ്റിക്ക് ഇൻ ഹിസ് ഹാൻഡ് വിത്ത് എ ബെൽ അറ്റാച്ച്ഡ് ടു ഇറ്റ്. നമുക്കറിയാം, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെല്ലിന്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടിക്കഴിഞ്ഞു. യെസ്, അത് ആരാണ്? അഞ്ചലോട്ടക്കാരനാണ്
ആരാണ് അല്ലെ? അഞ്ചലോട്ടക്കാരൻ. പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ വിവരമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആളായിരുന്നു ആര്? നമ്മുടെ അഞ്ചലോട്ടക്കാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഒരു വടി ഉണ്ടായിരിക്കും, ആ വടിയുടെ കൂട്ടത്തിൽ ഒരു ബെല്ല് ഉണ്ടായിരിക്കും എന്നൊക്കെ. ബെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണി അല്ലെ, കിലുക്കാൻ വേണ്ടിയിട്ട്. യെസ്, ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു അത്രത്തോളം നമുക്ക് എന്തായിരിക്കും LSS ഈസി ആവാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നമ്മളെ സഹായിക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ പോവാനും നമുക്ക് എക്സാം എഴുതാനും അതുപോലെ തന്നെ LSS നേടിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ടെൻഷൻ അല്ല നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആനുവൽ എക്സാമും കൂടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ റിവിഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. LSSും ആനുവൽ എക്സാമും ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് 4ന്റെ എൻ ഗെയിമിന്റെ കാര്യമൊക്കെ അറിയാം. അവിടെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇനിയും അവിടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ്, യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തേക്കുക. എന്നിട്ട് നിങ്ങൾക്ക് LSSും അതേപോലെ തന്നെ LSSന് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ആവശ്യമുണ്ട് അല്ലെ, ആ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ റിവിഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രാണ ബാച്ചിന്റെ എൻ ഗെയിമിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ജ്വാല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ബാച്ചാണ് LSSന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഇനിയും ഇതുവരെ ഒരു ക്ലാസ്സും ജ്വാലയിൽ കണ്ടിട്ടില്ല മിസ്സേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജ്വാല ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം, ഫ്രീ ആണത്. അപ്പൊ എന്ത് ചെയ്യാ, അതും കൂടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാം. നമ്മുടെ മുമ്പിൽ ഇനി ദിവസങ്ങളില്ല. അപ്പൊ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.